അറിയില്ല. നമസ്കാരം. ഈ കുരുടന് കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്തെന്നറിയാമോ? വർഷങ്ങളായിട്ട് കണ്ണ് കാണാതിരുന്ന ഒരു കുരുടൻ, അവന് കണ്ണ് കാണാൻ പാടില്ല, അവന് കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യുന്നത്, അവൻ അതുവരെ താങ്ങും തണലുമായി വഴികാട്ടിയായി കൂടെ ഉണ്ടായിരുന്ന അവന്റെ ഉന്തുവടി, ഒരു വടിയാണ് അവന്റെ, അതിനെ എടുത്ത് ദൂരെ എറിയുക ചെയ്തു. സത്യമല്ലേ? അതാണ് ചെയ്യുന്നത്. അതുവരെ അവന് കണ്ണ് കാണാൻ വയ്യ, അതുവരെ ആരും ഇല്ലായിരുന്നു. അവന് താങ്ങും തണലുമായിട്ട് ഉണ്ടായിരുന്നത് ഈ പറയുന്ന ഈ ഒരു വടിയാണ്, ഈ ഒരു ഉന്തുവടി. ആ ഉന്തുവടി വെച്ചാണ് അവൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അവന് കണ്ണിന്റെ കാഴ്ച കിട്ടി. അവന് കാഴ്ച കിട്ടിയപ്പോ അവനെല്ലാം ആയി. ഇനി അവൻ എന്ത് വേണ്ട? അവൻ ഈ പറയുന്ന വടി വേണ്ട, ഈ ഊന്നുവടി. ഇതുവരെക്കായിട്ടും എന്നെ മാർഗദർശിയായിട്ട്, എന്നെ വഴികാട്ടിയായിട്ട് എന്റെ കൂടെ നിന്ന, താങ്ങും തണലുമായിട്ട് നിന്ന വടീനെ ആയിരിക്കും അവൻ ആദ്യം എടുത്തെറിയുന്നത്. അവൻ എടുത്തെറിയുന്നത് അവനെ കണ്ണിക്കാണെടുത്തപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവന് പിന്നീട് കിട്ടുന്നതിന് അവിടെ വെച്ച് അവൻ വലിച്ചെറിയും. അതിനെക്കുറിച്ച് അവൻ ഓർക്കയില്ല, വേണമെങ്കിൽ അവൻ കത്തിക്കും. അതാണ് സമൂഹം. ഇന്ന് നമുക്ക് പറയാനുള്ളത് മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യോജിച്ചു പോകാൻ, ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, കൂടെ നിൽക്കുക. അപ്പോ നമുക്കറിയാം അർജുന്റെ കേസ്. അർജുൻ ഈ പറയുന്ന ഗംഗാവലി നദിയിൽ അകപ്പെട്ടു. വലിയൊരു പിന്നെ അപകടമുണ്ടായി. ഏതാണ്ട് 72 ദിവസത്തോളം കാത്തിരുന്നു. മലയാളികളുടെ ഒരു വികാരമായി മാറി അർജുൻ, അല്ലേ? എല്ലാവരും അർജുനന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഈ പറയുന്ന ഒരു ജീവനാണ്, മലയാളികളുടെ ഒരു ജീവനാണ് സത്യം. അവിടെ ഈ നമ്മുടെ വയനാടിൽ 150 പിന്നെ മൃതദേഹങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. അവരെ കുറിച്ച് ആരും ഒന്നും അന്വേഷിക്കുന്നു. പക്ഷെ ഈ അർജുനെ കുറിച്ച് ഒരുപാട് പേര് എന്ത് ചെയ്തു? അവനെ കുറിച്ച് പ്രാർത്ഥന. അത് വലിയൊരു സംഭവമായി. അതിനൊക്കെ കാരണം മറ്റാരുമല്ല, അത് ഈ പറയുന്ന മീഡിയ തന്നെയാണ്. മീഡിയ അതിനൊരു വലിയൊരു സംഭവമാക്കി എടുത്തു. അവിടെയൊക്കെ ആ മനാഫ് ഒട്ടിച്ചിരുന്ന നമ്മുടെ ലോറി ഉടമ എന്നറിയപ്പെടുന്ന, ഈ പറഞ്ഞ അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന ഒരു കക്ഷി, ഒരാള് രംഗത്തേക്ക് വരുന്നു. അയാൾ ഏതാണ്ട് 72 ദിവസം വരെ തന്റെ കൂടപ്പറപ്പിനെ പോലെ, മനസ്സിലായി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു അവിടെ പോലീസുകാരായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു, പോലീസുകാരിൽ നിന്ന് അടി വാങ്ങുന്നു. അതിനുശേഷം ഈ പറയുന്ന മനാഫിനെതിരായിട്ട് പല പല ആരോപണങ്ങൾ വരുന്നു. അടുത്തടുത്ത് സാധനങ്ങളുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാടൊക്കെ വന്നു. അതൊക്കെ തരണം ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? അവസാനം ഈ പറഞ്ഞ 22ാമത്തെ ദിവസം നമ്മുടെ അർജുന്റെ ബോഡി നമുക്ക് കിട്ടുന്നു. ആ ട്രക്കും എന്ത് ചെയ്യുന്നു? വീണ്ടെടുക്കുന്നു. ആ സമയത്ത് ഈ പറയുന്ന വൈകാരികമായിട്ട് ഭയങ്കര പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ അർജുന്റെ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കാണ്, ഞാൻ ഇവിടെ നിന്ന് അർജുന്റെ പിന്നീട് ബോഡിയും കൊണ്ടേ വരത്തുള്ളൂ, അതെനിക്ക് ഇന്ന് ഞാൻ പിന്നീട് എന്ത് ചെയ്യുന്നു പൂർത്തിയാക്കി എന്നൊക്കെ പറഞ്ഞു വൈകാരികമായി പൊട്ടിക്കരഞ്ഞ മനാഫിനെ നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പൊ ഇന്നലെ കുറച്ചൊരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു, എന്റെ ഒരു ശത്രുത ഈ പറയുന്ന ഗംഗാവലിയോടെ മാത്രമാണ്. ഞാൻ അവരോട് എന്നും രാവിലെ വന്ന് ഗംഗാവലി തിരിച്ചു വന്നിരുന്ന് ഞാനൊന്ന് പറയുമായിരുന്നു, ഇന്ന് നീ ജയിച്ചു, ശരി, നാളെ ഞാൻ നിന്നെ തോൽപ്പിക്കും എന്ന് ഞാൻ ഡെയിലി വന്ന് പറയുമായിരുന്നു എന്നൊക്കെ പറയുന്നത്. അതായത് ഈ പറയുന്ന മനാഫ് നമ്മൾ എപ്പോഴും വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത്. മനാഫിന്റെ വാക്കുകൾ എപ്പോഴും ജനമനസ്സുകളിലേക്ക് പെട്ടെന്ന് എന്ത് പറയുന്നുണ്ട്, പിന്നെ കയറി ചെല്ലുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു വിഷയം. അപ്പൊ ഞാൻ ഇന്നലേക്ക് ഈ ഒരു സംഭവം പറഞ്ഞു. അപ്പൊ അതായത് ഇന്നലെ എന്ത് ചെയ്തു? ഈ പറയുന്ന അർജുന്റെ ഫാമിലി വന്ന് ഒരു പത്രസമ്മേളനം നടത്തി മനാഫിന് കുറ്റം പറയുന്നു. മനാഫ് ഇതിനെ മുതലെടുക്കുന്നു, ഇത് വൈകാരികമായിട്ട് കൊണ്ടുപോയിട്ട് മുതലെടുക്കുന്നു, പണപ്പിരിവ് നടത്തുന്നു. ഇനി എന്റെ മോന്റെ പേരും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ വീഡിയോ അങ്ങനെ കാര്യമോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അർജുന്റെ എന്ത് ചെയ്തു? ഫാമിലി വന്നൊരു പത്രസമ്മേളനം നടത്തുന്നു. അതിനുശേഷം മനാഫിന്റെ മറുപടി വരുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ ഇന്നലെ വീഡിയോ ഇടുമ്പോൾ ഞാൻ പലപ്പോഴും അർജുന്റെ ഫാമിലി പറയുന്നത് ചില കാര്യങ്ങളിൽ മനാഫിന്റെ ഭാഗത്ത് ചില തെറ്റുകൾ ഉണ്ട് എന്ന് ഇന്നലെ എനിക്ക് തോന്നിയായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, മനാഫ് പറയുന്നത് അർജുന്റെ പേര് ഞാനിടും, വളരെ ദാർഷ്ട്യമായിട്ടാണ് അപ്പോഴാണ് മനാഫ് ആ കേസ് ഞാനിടും, ഈ പറഞ്ഞ ടാറ്റയും ബിർളയും പോലെ എന്നുള്ള പേര് ഞാനിടും എന്നുള്ളത്, ഞാൻ വേറെ ലെവലാണ് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല എന്നുള്ള രീതിയിലുള്ള മനാഫിന്റെ ആ ഒരു പ്രതികരണവും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ ഞാൻ കരുതി ശരിയാണ്, അത്രയ്ക്ക് ഇത് വേണം. കാരണം നഷ്ടപ്പെട്ടത് ഇവിടെ ആർക്കാണ്? അർജുന്റെ ഫാമിലിക്കാണ്. അത് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, അർജുന്റെ അമ്മയ്ക്ക്, അർജുന്റെ അച്ഛനും, അർജുന്റെ സഹോദരങ്ങളും, അർജുന്റെ മകനും നഷ്ടപ്പെട്ടത് പോലുള്ള നഷ്ടങ്ങൾ ഇവിടെ ആർക്കും നഷ്ടപ്പെട്ടില്ല. എനിക്കോ നിനക്കോ മനാഫിനോ ആർക്കും നഷ്ടപ്പെട്ടില്ല. നഷ്ടം അവർക്ക് തന്നെയാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു സംഭവം വരുന്നവർ അത്രയ്ക്ക് വികാരം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെട്ടത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ എത്തിപ്പിടിപ്പിച്ചതാവാം, മനസ്സിലായി, ആരെങ്കിലും കൊണ്ടുവന്ന് പിന്നെ കാര്യങ്ങൾ കുത്തി കയറ്റി കൊടുത്തതാവാം, മനസ്സിലായോ? അപ്പൊ അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ. ഈ പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ സ്നേഹിച്ചത് ഈ പറയുന്ന അർജുനെ തന്നെയാണോ
എന്ന് വരെ ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് ഈ പറയുന്ന അർജുന്റെ പിന്നെ ഫാമിലി. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യവും അതിനൊക്കെ ഒരു പരിധി വരെ കാരണം ആരാണ്, ഈ പറയുന്ന മനാഫാണല്ലേ എന്നൊരു ചിന്തയെ. കാരണം എങ്ങനെ പോയാലും ഞാൻ പറഞ്ഞില്ലേ, എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരിക്കലും നിങ്ങൾ മനാഫിന്റെ കൂടെ മനാഫിന് ഒരു തെറ്റുകാരനല്ല, മനാഫിന്റെ കൂടെ നിൽക്കണം ശരി. പക്ഷെ അതിനോടൊപ്പം എന്ത് ചെയ്യരുത്, ഒരിക്കലും ഈ പറയുന്ന അർജുന്റെ ഫാമിലി നിങ്ങൾ പള്ളി പറയരുത്, മനസ്സിലായോ? അവരെ കുറ്റപ്പെടുത്തരുത്. അവര് പിന്നെ കള്ളികളാണ്, മറ്റേ എന്താണ് ഒരു ലാഭത്തിന് വേണ്ടി അങ്ങനെ നന്ദിയില്ലാത്തവർ അങ്ങനെ എന്ന് പറയാം. അവരെ ആരോ കുത്തിത്തിരിച്ചു വിട്ടിട്ടുണ്ട്. അവരാരോ ഇതിനകത്ത് എന്തോ പല രീതിയിലുള്ള വിദ്വേഷങ്ങൾ അവരുടെ മനസ്സിൽ, അർജുന്റെ അമ്മയുടെ മനസ്സിൽ സഹിതം ഇങ്ങനെ കണ്ടോ മനാഫിനെ കണ്ടോ, നിങ്ങൾ ഇവിടെ ആർക്ക് വേണം, മനാഫ് അവിടെ വീഡിയോ പിന്നെ യൂട്യൂബ് ചാനൽ ഇടുന്നു, അവന് പിന്നെ സ്വീകരണങ്ങൾ കിട്ടുന്നു, അവിടെ മറ്റത് കിട്ടുന്നു, മറിച്ച് ഇപ്പൊ അർജുന്റെ പേര് ആരും ഒരിടത്തും പറയുന്നില്ല. ഇപ്പൊ പറയുന്നത് മൊത്തം ഈ പറയുന്ന മനാഫിന്റെ പേരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ മനസ്സിലേക്ക് പലരും വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തു, വിഷം കുത്തി നിറയ്ക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പരിണത ഫലമായിട്ടാണ് ഇന്നലെ അവർ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ പിന്നീട് പത്രസമ്മേളനം നടത്തിയത്. അപ്പൊ അതിനുശേഷം ഈ മനാഫ് കൊടുത്ത മറുപടിയിൽ ഞാൻ അർജുന്റെ പേരിടും, അവരാരാ ചോദിക്കാൻ എന്നുള്ള രീതിയിൽ എനിക്കും പറഞ്ഞു അത് ശരിയല്ല പറഞ്ഞത്. അവർക്കിപ്പോ അർജുന്റെ കുടുംബത്തിന് ഇഷ്ടമല്ല എന്ന് നിർത്തുക, വേണ്ട അർജുന്റെ പേര് നിങ്ങൾക്ക് ഇടാനായിട്ട് ഇഷ്ടമില്ല അങ്ങനെ പറയുന്ന ഒരു മനാഫിനെയാണ് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ എനിക്ക് കിട്ടിയ ഉത്തരവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ. പക്ഷെ ഇന്ന് അവർ വീണ്ടും വന്ന ഈ പറയുന്ന മനാഫിന്റെ പേരിൽ കേസ് എടുത്തു എന്ന് പറയുമ്പോൾ അത് ഇത്തിരി കൂടുതൽ ഒരു നന്ദികേട് തന്നെയാണ്. നന്ദികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറുകേടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഉന്തുവടി അല്ലെങ്കിൽ താങ്ങുവടിയുടെ കേസ് പറയല്, അതുപോലെ ഒരു താങ്ങുവടി ആയിരുന്നു അർജുൻ കിട്ടുന്നത് വരെ. ഈ പറയുന്ന മനാഫ് നിങ്ങൾക്ക് ഒരു താങ്ങുവടി ആയിരുന്നു. അത് പക്ഷെ ഇപ്പൊ എന്തായി, അവർ നിങ്ങൾ വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. അവർ നിങ്ങൾ എന്ത് ചെയ്തു, ഇപ്പം വലിച്ചെറിയപ്പെടുക മാത്രമല്ല അതിൽ കുറ്റം ആരോപിക്കുകയും കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പൊ അറിയാൻ കഴിയുന്നത്. ഈ പറയുന്ന അവർക്ക് സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെയായിട്ടാണ് അവർ എന്ത് ചെയ്തത്, സൈബർ കേസ് കൊടുത്തത്. അതുപോലെ തന്നെ ഇവിടെ വർഗീയത, രണ്ട് ചേരികളായിട്ട് നിന്നുകൊണ്ട് തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ഒരു കേസ് കൊടുത്തത്. അതിൽ മനാഫില്ല. പക്ഷെ ഇവിടെ വളരെ നല്ല രീതിയിൽ ഇവിടെ ഒരു ജാതിപരമായിട്ട് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു മതഭ്രാന്തന്മാർ രണ്ട് കൂട്ടറിലുമുണ്ട്. അത് ഈ പറയുന്ന മനാഫിന്റെ കൂട്ടറിലുമുണ്ട്, അത് ഈ പറയുന്ന അർജുൻ. അതായത് രണ്ടിന്റെയും ഈ പറയുന്ന മതവികാരങ്ങളെ വ്രണപ്പെടുത്താൻ വേണ്ടി ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഗൂഢമായ ഒരു നീക്കം ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അർജുന്റെ അമ്മയുടെയും ഫാമിലിയുടെയും മനസ്സിലേക്ക് ഈ വിഷം കുത്തിവെക്കുന്നതും ഇതുപോലുള്ള മതഭ്രാന്തന്മാരാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തുമുണ്ട് ഈ പറയുന്ന മനാഫിന്റെ സൈഡിൽ കുറെ മതഭ്രാന്തങ്ങൾ കൊണ്ട് അവരിതെല്ലാം ഈ പറയുന്ന ജാതിയെ പിന്നെ മതവൽക്കരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വലിയൊരു വർഗീയ കലാപത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അവിടെ നിങ്ങൾ വിവേകത്തോടെ ചിന്തിക്കണം, തിരിച്ചറിയണം, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന, ഒരിക്കലും പോയി ഈ പറയുന്ന അർജുന്റെ ഫാമിലിയെ പോയി തെറി വിളിക്കരുത്. നിങ്ങൾ അവരെ പോയി കുറ്റം പറയുക, സൈബർ ആക്രമണം ചെയ്യരുത്. ഇതൊക്കെ കണ്ടു നിങ്ങൾ ഈ പറയുന്ന അർജുനെ ഒരിക്കലെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവ സഹിക്കും. ഇത് സ്വന്തം മക്കളെയും സ്വന്തം ഭാര്യയെയും അമ്മയെയൊക്കെ നിങ്ങൾ ഈ പറയുന്ന പോലെ കുറ്റപ്പെടുന്ന പുള്ളി ക്ഷമിക്കൂ? ഇല്ല. ഇവരെല്ലാവരും അർജുന്റെ ഫാമിലിയൊക്കെ ആരോ പോയി ഈ പറയുന്ന കുത്തി വെച്ച് കൊടുത്ത് അവർക്ക് തെറ്റിദ്ധാരണ പറ്റി അവരങ്ങനെ പറഞ്ഞതാണ്. മനസ്സില ആ ലെവലിൽ എടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മനാഫിന്റെ കേസ്, മനാഫ് പിന്നെ ഇന്നൊക്കെ ഇരുന്ന് പൊട്ടിക്കരയുന്നത്. ആ പൊട്ടിക്കരഞ്ഞാല് പുള്ളി അവിടെ ചെല്ലുന്നു. പുള്ളി പറയുന്ന അതിന്റെ ഓർഡറാണ്. സ്വന്തം എന്താണ് പണിക്കാരൻ പോയി ഒരു അപകടത്തിൽപ്പെടുന്നു, അവിടെ ആദ്യം പോകാൻ വേണ്ടി ചെല്ലുന്നു, അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പിന്നീട് കൂടെ നിൽക്കുന്നു. അതുമല്ല അവിടെ കർണാടകയിൽ ഈ പുള്ളിക്ക് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ട് തന്നെ ആ പുള്ളിയുടെ ഹോൾഡ് വെച്ച് കുറച്ചുകൂടി എന്ത് ചെയ്തു, നല്ല ഊർജ്ജസ്വലമായിട്ട് അവിടെ അന്വേഷിക്കാൻ വേണ്ടി പുള്ളി അതിന് ചുക്കാൻ പിടിക്കുന്നു. അതിനുശേഷം മീഡിയക്കാരെല്ലാം കൂടെ ഇവർക്ക് എപ്പോഴും ബൈറ്റ് എടുക്കുകയൊക്കെ ചെയ്ത് മനാഫും ശരി ഓക്കെ എന്ന് കരുതുന്നത് തന്നെയുണ്ട്. പക്ഷേ അവിടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന 72 ദിവസവും രാപ്പകലെന്നില്ലാതെ രാത്രി 12 മണി വരെ അവിടെ നിന്ന് മനാഫിൻ ഈ പറയുന്ന അർജുന്റെ ബോഡിക്ക് വേണ്ടിയിട്ട് നിന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന. അത് നിങ്ങൾ തിരിച്ചറിയണമായിരുന്നു. അത് തിരിച്ചറിച്ച് കൊടുക്കുക. കാരണം അമ്മയ്ക്കൊന്നും അറിയില്ല, ആരെങ്കിലും ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നതേ മനസ്സിലാവുള്ളൂ. ഇന്നലെ ഈ പറയുന്ന ഈ 75,000 രൂപ വരെ ഞാൻ അവന് ശമ്പളം കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെയും അവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പിന്നീട് ഇങ്ങനെ വലിയ രീതിയിൽ പിന്നീട് ഈ പറയുന്ന തടികളൊക്കെ കൊണ്ടുപോകുന്നവർക്ക് ഇത്ര ശമ്പളങ്ങൾ കിട്ടും. അത് എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല. അതായത് ഒരു ട്രിപ്പ് ഇവിടെ നിന്ന് ഒരു ട്രിപ്പ് പോയി വരുന്ന 8-10 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞാണ് ഒരു ട്രിപ്പ് ഇവർ പോയിട്ട് തിരിച്ചു വരുന്നത്. ഒരു ലോഡ് കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്നത്. അവനൊക്കെ 10,000-10,000 രൂപയ്ക്കും ചിലപ്പോൾ കിട്ടുന്നത് അവർക്ക്. അങ്ങനെയാണ് എനിക്കറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ തുടർച്ചയായിട്ട് അവർ ചെയ്ത് കഴിഞ്ഞാൽ 75,000 രൂപ ചിലപ്പോൾ അതിൽ കൂടുതലും കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്.
ചിലപ്പം 10-15 ദിവസവും കടന്നിട്ടായിരിക്കും ഈ ഒരു ലോഡ് കൊണ്ടുപോയിട്ട് വരുന്നത്. അപ്പൊ അവർ വരുമ്പോൾ ചിലപ്പോൾ 10-20,000-25,000 രൂപയ്ക്ക് അവർക്ക് കൊടുക്കുന്ന ഈ പറയുന്ന എന്താണ് സാലറി. അപ്പം അതിന് മനാഫ് പറയുന്ന ഒരു വിശദീകരണം, ഞാൻ ഒരു മാസമെങ്കിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 75,000 അവന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്റെ റെക്കോർഡുണ്ട്. അത് എന്തായാലും ഈ പറയുന്ന എന്താണ് അർജുൻ നമ്മളെ വിട്ടുപോയി, ഇനി അവന് കിട്ടാനുള്ളത് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസിന്റെ പൈസ എങ്കിലും കൂടി കിട്ടിക്കോട്ടെ. വളരെ കൃത്യമായിട്ടാണ് പുള്ളി ആ കേസ് പറഞ്ഞത്, മനസ്സിലായോ? അതായത് ഞാൻ ഒരു മാസം അവന് 75,000 വെച്ച് കൊടുത്തു, അവന്റെ വയസ്സ് 30 ഉള്ളൂ. അവന് 60 വയസ്സ് വരെ അവൻ ജീവിക്കുമ്പോൾ ഈ 30 വെച്ച് 75,000 വെച്ചിട്ട് അവൻ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര ലക്ഷം രൂപ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടും സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടും അവൻ എന്ത് ചെയ്യുമായിരുന്നു, അവൻ സമ്പാദിക്കുമായിരുന്നു. ആ കണക്ക് വെച്ചാണ് ഇത് ഇൻഷുറൻസ് തുടങ്ങുന്നത്. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് തൊഴുകഴിയോടും കൂടി എന്ത് ചെയ്യുന്നു മനാഫ് അവിടെ നിന്ന് പറയുക കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. ആ പുള്ളിയുടെ സത്യസന്ധത നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ പുള്ളി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനൽ എന്ത് ചെയ്യും, ഈ പറയുന്ന സത്യം പറഞ്ഞാൽ ഈ മനുഷ്യരുടെ മലയാളികളുടെ പ്രതിഷേധമാണ് ആ ചാനൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. വെറും 8,000 സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉണ്ടായിരുന്ന മനാഫ് ഒറ്റ ദിവസം കൊണ്ടിപ്പോ ഏതാണ്ട് 4 ലക്ഷത്തോളം അടുപ്പിച്ച് നിൽക്കുന്നു. 4 ലക്ഷം അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന മനാഫിന്റെ അതൊക്കെ ഈ പറയുന്ന എന്താണ് മലയാളികളുടെ നന്മയുടെ അവരുടെ പ്രതിഷേധമാണല്ലേ. അവർ ഈ മനാഫിനെ ഒറ്റപ്പെടുത്തുന്ന, മനാഫിനെ കുറ്റക്കാരനാക്കുകയും മനാഫിന്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കുകയും ചെയ്യുന്നതിന്റെ പ്രതിഷേധമായിട്ടാണ് ഞാൻ ആ ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ കാണുന്നത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മനാഫ് സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. പുള്ളിയുടെ ഭാഗത്ത് ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ട്, പക്ഷെ ആ പുള്ളി തെറ്റ് തിരുത്തുന്നുള്ളൂ. ഞാൻ ഇനി അവർക്ക് വിഷമമാണെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ഇനി വന്ന് അർജുന്റെ പേര് ഇനി എടുത്തില്ല, ഞാൻ ഇനി അർജുന്റെ പേര് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഏറ്റു പറയുമ്പോൾ പുള്ളിക്ക് സ്വാഭാവികമായിട്ട് ചില സമയത്തൊക്കെ പുള്ളിക്ക് ദേഷ്യമൊക്കെ വരും. അത് സ്വാഭാവികമായിട്ടുള്ള, പക്ഷേ ഉള്ളിൽ പുള്ളി നന്മയുള്ള ഒരു മനുഷ്യനാണെന്നും നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ മറ്റെന്തെങ്കിലും പിന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തതെന്ന് നമുക്ക് തിരിച്ചറിവ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നഷ്ടപ്പെട്ടത് ഈ പറയുന്ന അർജുന്റെ കുടുംബത്തിന് മാത്രം, അർജുന്റെ മകന് നഷ്ടപ്പെട്ടതുപോലെ ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അർജുന്റെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടല്ലോ, സ്വന്തം മകനെ നഷ്ടപ്പെട്ടതുപോലെ ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ചെന്ന് ഈ പറയുന്ന അർജുന്റെ കുടുംബത്തെ പോയി സൈബർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. അത് പാപം കിട്ടും നിങ്ങൾക്ക്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.